ഞാനേ ലഞ്ച് ബോക്സിൻ്റെ റെസിപ്പിയിൽ ഒരു മുട്ട പൊരിച്ചിട്ട് റെസിപ്പി ഉണ്ടായിരുന്നേ. അപ്പോൾ അതാണെങ്കിൽ എന്നോട് ഈ ഫേസ്ബുക്കിൽ ഒരു ഫ്രണ്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, മുട്ട പൊരിച്ചത് എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. പിന്നെ 2-3 പേര് സൂപ്പറാണ് എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ വലിയതൊന്നുമില്ല ഈ മുട്ട പൊരിക്കുന്നത്, അതെല്ലാവർക്കും അറിയാവുന്ന റെസിപ്പി തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആരും ട്രോളാനൊന്നും നിൽക്കല്ലേ, ഫസ്റ്റിൽ ഞാൻ പറയും കേട്ടോ. ഇങ്ങനെ വലിയ ഇതൊന്നും ഇല്ല. മുട്ട അത് എല്ലാവർക്കും അറിയാവുന്ന റെസിപ്പി തന്നെ. അപ്പോൾ ഞാൻ അത് പറയാമെന്ന് വെച്ച്. അപ്പോൾ ആദ്യം പാൻ അടുപ്പത്ത് വെച്ച ശേഷം അത് ചൂടാവുമ്പോൾ അതിലേക്ക് 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഒരു 1/4 സ്പൂൺ മുളകിൻ്റെ പൊടി ഇട്ട് കൊടുക്കാവുന്നതാണ്. മുളകിൻ്റെ പൊടി കരിയാണ്ട് നമുക്ക് പെട്ടെന്ന് വേണമെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്യുക, അല്ലെങ്കിൽ മാറ്റി വെക്കാവുന്നതാണ്. മുട്ട വൃത്തിയാക്കിയ ശേഷം അത് നമുക്കൊരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിക്കാവുന്നതാണ്. വേണമെങ്കിൽ നമുക്ക് ഈ മുട്ട ഡയറക്റ്റ് അതിനകത്തോട്ട് തന്നെ പാലിലേക്ക് തന്നെ മുട്ട പൊട്ടിച്ചൊഴിക്കാവുന്നതാണ്. ഞാൻ പിന്നെ തോട് അതിനകത്തേക്ക് വീഴുമെന്ന് വെച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് തന്നെ മാറ്റിയിട്ട് ഇതിലേക്ക് ഇങ്ങനെ ഒഴിക്കുകയാണ്. അതിന് നമ്മൾ പാലിലേക്ക് ആ മുട്ട ഒഴിച്ച ശേഷം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കേണ്ടതാണ്. ഉപ്പ് വേണമെങ്കിൽ നമുക്ക് കലക്കിയിട്ട് വെള്ളത്തിൽ കലക്കിയിട്ട് വേണമെങ്കിൽ അങ്ങനെ ഡയറക്റ്റ് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇങ്ങനെ ഉപ്പിൻ്റെ പൊടിയായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഈ ടൈമിൽ വേണമെങ്കിൽ നമുക്ക് അതിൻ്റെ ഇല്ലേ, ചുമന്ന കരു, അത് പൊട്ടിച്ചെടുക്കാവുന്നതാണ്. ഞാനത് പൊട്ടിച്ചൊന്നും എടുക്കുന്നില്ല, അങ്ങനെ തന്നെ ഡയറക്റ്റ് അത് തിരിച്ചിടുകയാണ്. ആ ടൈമിൽ അതിൻ്റെ കരു പൊട്ടിക്കോളും. ഇനി ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് അത് തിരിച്ചും മറിച്ചിട്ട് നന്നായിട്ട് വേവിക്കുക. അത്രയേ ഉള്ളൂ, സിമ്പിൾ റെസിപ്പിയാണ്. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞതാണ് കേട്ടോ. പിന്നെ നമുക്കത് ചോറിൻ്റെ കൂടെ സെർവ് ചെയ്ത് കഴിക്കാവുന്നതാണ്. പിന്നെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക്